ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ചതോടെ വലിയ ആഘോഷമാണ് ജന്തർ മന്ദിറിന്റെ അകത്ത് നടക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് SFIയുടെ സമരവേദിക്ക് പുറത്താണ്. സമരവേദിക്ക് പുറത്ത് SFIയുടെ വലിയ ആഘോഷം കാണുന്നുണ്ട്. ആദർശ് സജി അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. നേരത്തെ വലിയ പോലീസ് നടപടി ഇവിടെ ഉണ്ടായപ്പോൾ, സംഘർഷം ഉണ്ടായപ്പോൾ നിരാഹാരത്തിലേക്കൊക്കെ ആദർശ് അടക്കമുള്ള ആളുകൾ പോയിരുന്നു. ആ വലിയ വിജയമാണ് എന്നാണെങ്കിൽ ഇപ്പോൾ അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശ് നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. വലിയ വിജയമാണല്ലോ. ഇന്ത്യൻ ഹിറ്റ്ലർ വിദ്യാർത്ഥി സമരത്തിന്റെ മുൻപിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഹിറ്റ്ലർ പരാജയപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തെ വിദ്യാർത്ഥികൾ ആകമാനം സംഘടിച്ച് ഇന്ത്യൻ ഹിറ്റ്ലറിനെതിരെ വന്നപ്പോൾ വിദ്യാർത്ഥി സമരത്തിന് മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു മഹാവിജയമാണ്. പോലീസിനെ ഉപയോഗിച്ച് ദാരുണമായി ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ വിദ്യാർത്ഥികൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്ന് നരേന്ദ്രമോദി അമിത്ഷായും കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ കടന്നു വന്നു. സമരം വിജയിപ്പിച്ച് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ്, ഇന്ത്യൻ ബഹുസ്വരതയുടെ വിജയമാണ്, ഇന്ത്യൻ ഐക്യത്തിന്റെ വിജയം കൂടി. പുതിയ അധ്യായമാണോ? കാരണം മോദി സർക്കാർ ഇങ്ങനെ തലകുറിച്ച് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അതായത് നരേന്ദ്രമോദിയുടെ വിശ്വസ്തൻ വിക്കറ്റ് വീണു. വരും ദിവസത്തിൽ അധികം താമസിക്കേണ്ട നരേന്ദ്രമോദിയുടെ വിക്കറ്റും ഇന്ത്യൻ ജനത ചോദിച്ചു വാങ്ങും. ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ നരേന്ദ്രമോദിയും സംഘപരിവാറും RSSും അടിയറ പറയും. ഇത് ഏതൊക്കെ നിലയിലാണ് ഈ സമരത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചത്? ഇത് പാകിസ്ഥാനികളുടെ സമരമാണ്, ചൈനൻ ഫെഡറൽ സമരമാണ്, തീവ്രവാദികളുടെ രണ്ടാം ഗ്രൂപ്പാണ് ഇവിടെ. എന്തേ തീവ്രവാദികൾക്ക് മുന്നിലാണ് അവർ പരാജയപ്പെട്ടത്? ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ പരാജയപ്പെട്ടു നരേന്ദ്രമോദി. ഈ സമരത്തിന്റെ ഭാഗമായ ആളാണ്. പ്രത്യേകിച്ച് അണ്ണാസ്ഥാന മൂവ്മെന്റിന് ശേഷം നടക്കുന്ന വലിയ മൂവ്മെന്റ് ആണ്. അതിൽ നിരാഹാരം ഇരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. അതിലേക്ക് എങ്ങനെയാണ് കാണുന്നത്? ഇത് രാജ്യത്തെ വീണ്ടെടുക്കുന്നതിന് ഒരു സമരമാണ്. SFI എന്ന നിലയിൽ SFI ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം. മെയ് 12-ാം തീയതി പരീക്ഷ റദ്ദ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു SFI മാത്രമാണ് ഒരു വിദ്യാർത്ഥി സംഘടന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ ഓഫീസിൽ മാർച്ച് നടത്തി. അന്ന് തുടങ്ങിയ സമരമാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 മാസക്കാലം രാജ്യത്ത് ജന്തർ മന്ത്രി മാത്രമല്ല രാജ്യവ്യാപകമായി 24 സംസ്ഥാനങ്ങളിലാണ് സമരം നടത്തിയത്. അതായത് രാജ്യത്തെ ജനങ്ങളാകെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു. ആ സമരത്തിന്റെ മുന്നിൽ നരേന്ദ്രമോദി പരാജയപ്പെട്ടു. പല സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികളെ ദാരുണമായി ആക്രമിച്ചു. ഞങ്ങളുടെ ബീഹാർ സംസ്ഥാന പ്രസിഡന്റ് കാന്തി കുമാരി കഴിഞ്ഞ 34 ദിവസമായി ജയിലിലാണ്. അവിടെ ഒരു കോളേജ് സ്ഥാപിക്കണം. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ചൂണ്ടിക്കാണി നടത്തിയതിന് കഴിഞ്ഞ 34 ദിവസമായി SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വനിത ജയിലിലാണ്. എത്രയൊക്കെ ജയിലുണ്ടെങ്കിലും എത്രത്തെ പോലീസിനെ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഇന്ത്യൻ ജനത പരാജയപ്പെടാൻ പിന്നോട്ട് പോകാൻ തയ്യാറല്ല. രാജ്യവ്യാപകമായി വരും ദിവസങ്ങളിൽ ഇത് വിജയാഹ്ലാദ ദിവസമായി ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഘട്ടങ്ങളിൽ പ്രവർത്തനം മൃഗീയമായി തന്നെ മർദ്ദിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നിയിരുന്നു. പ്രത്യേകിച്ച് ഏകദേശം 1000-ഓളം പ്രവർത്തകരാണ് തല്ലിച്ചതച്ചത് പോലീസ്. ഈ SFIയുടെ സമരപ്പന്തൽ കാണാം. ഇതിനു മുമ്പ് ഈ സമരം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കണ്ടതാണ്. ഈ സമരപ്പന്തൽ നിരാഹാരമിരുന്ന ഈ പന്തലിലേക്കാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. അകത്ത് വന്ന് ലാത്തി ചാർജ് നടത്തി. പക്ഷെ ഞങ്ങൾ തിരിച്ചു പോകുന്നവർ പ്രഖ്യാപിച്ചത് ഇവിടെ കണ്ട അടുത്ത ദിവസം 1000 ഇവിടെ വന്നു സമരം തുടരുകയാണ്. ഞങ്ങൾ ഇത് പരാജയപ്പെടുന്നില്ല, പിന്നോട്ട് പോകുന്നില്ല, ശക്തമായി മുന്നോട്ട് പോകും. ഇവിടെ ഞങ്ങൾ പ്രധാനമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. നാഷണൽ ടോർച്ചറിംഗ് ഏജൻസി അത് പിൻവലിക്കുക കൂടെ ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടുള്ള സമരം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. കാരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിച്ച് അതിനെയും കൂടെ പിരിച്ചുവിടുക എന്നൊരാവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ ഇത് വിദ്യാർത്ഥികളുടെ സമരവിജയമാണ്. വലിയ ആവേശം എന്താണെങ്കിലും SFI ക്യാമ്പിൽ ഇപ്പോഴുമുണ്ട്. ഇതൊരു സമര വിജയമായി തന്നെയാണ് അവർ കാണുന്നത്. മോദി സർക്കാരിന്റെ പതനത്തിന്റെ ആദ്യ പടിയായാണ് അവർ വിലയിരുത്തപ്പെടുന്നത്. എന്താണെങ്കിലും വലിയ ആവേശം എല്ലായിടത്തും കാണാൻ കഴിയുന്നു. വീഡിയോയിൽ സന്തു പെരാമറയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ജന്തർ മന്ദിർ.